മണികണ്ഠൻ കുമാരൻ പുലിയുടെ മുകളിലേറി പന്തളം കൊട്ടാരത്തിൽ എത്തുന്നു. കൊട്ടാരം കവാടത്തിൽ എത്തിയ മഹാരാജാവ് മണികണ്ഠൻ കുമാരൻ പുലിയുടെ മുകളിൽ നിന്നും ഇറങ്ങിവരുന്നത് കാണുന്നു. പ്രഭോ, എത്ര പുലിപ്പാൽ വേണമെങ്കിലും കറന്നു എടുത്തോളൂ. പുലികൾ അങ്ങയുടെ മുന്നിലുണ്ട്. കുമാരന്റെ വാക്കുകൾ കേട്ട് മഹാരാജാവ് ഓടി അടുത്തുവന്നു മാപ്പ് പറയുന്നു. കുമാരാ, നീ പോയപ്പോൾ തന്നെ റാണിയുടെ അസുഖം ഭേദമായി. ഇതെല്ലാം കുമാരനെ വധിക്കാൻ മഹാമന്ത്രി കാട്ടിയ കള്ളക്കഥ ആയിരുന്നു. മന്ത്രിക്ക് ഞാൻ തക്കതായ ശിക്ഷ നൽകുന്നുണ്ട്. ദയവായി പുലിക്കൂട്ടങ്ങളെ തിരികെ കാട്ടിലേക്കു അയച്ചാലും. മന്ത്രിയുടെ ദുഷ്പ്രേരണയാണ് എല്ലാത്തിനും കാരണമെന്നു രാജാവ് വീണ്ടും പറയുന്നു. ഇതുകേട്ട മണികണ്ഠൻ കുമാരൻ ചിരിക്കുന്നു. എന്നിട്ട് രാജാവിനെ മാറോട് ചേർത്ത് ആലിംഗനം ചെയ്യുന്നു. അച്ഛാ, ഇതിൽ ശിക്ഷയും നടപടികളും ഒന്നും ആവശ്യമില്ല. എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെയാണ് നടന്നത്. എല്ലാം ദേവഹിതം അനുസരിച്ചാണ് നടന്നത്. ദേവകാര്യാർത്ഥം ഞാൻ അവതരിച്ചു. ഇതെല്ലാം ഒരു നിമിത്തം മാത്രം. രാജാവ് ഇതുകേട്ട് മണികണ്ഠൻ കുമാരനെ